സ്നേഹം 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 സഹജമായി ഉണരുന്ന സ്നേഹം, നന്മ നിറയ്ക്കുന്ന സ്നേഹം, നമ്മെ ഒന്നാക്കി കോർക്കുന്ന സ്നേഹം, ആത്മാവാൽ കോർത്തൊരു സ്നേഹം, ഈ വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം. സഹജമായി ഉണരുന്ന സ്നേഹം, നന്മ നിറയ്ക്കുന്ന സ്നേഹം, നമ്മെ ഒന്നാക്കി കോർക്കുന്ന സ്നേഹം, ആത്മാവാൽ കോർത്തൊരു സ്നേഹം, ഈ വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം. ജയ് ശ്രീ മാതാജി. ആത്മസ്വരൂപരായ എല്ലാവർക്കും വീണ്ടും സഹജയോഗ ഇന്നത്തെ മഹായോഗ എന്ന മഹത്തായ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ സഹജയോഗ നിങ്ങൾ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി. ഒന്ന് ഞാൻ യോഗയെപ്പറ്റി പറയുകയുണ്ടായി. എന്താണ് യഥാർത്ഥത്തിൽ യോഗ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. കാരണം നമ്മൾ ഫിസിക്കൽ യോഗ ഒക്കെ തന്നെ ചെയ്യുന്നുണ്ടെങ്കിലും അഷ്ടാംഗ ആസനാസകളിലൊക്കെ കൂടെ ഒക്കെ തന്നെ നമ്മളെ യഥാർത്ഥത്തിൽ ധ്യാനത്തിലേക്കും ധ്യാനത്തിലൂടെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പദത്തിലേക്കും നമ്മളെ ഉയർത്താൻ വേണ്ടി നമ്മളെ പടിപടിയായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് നമ്മളുടെ മറ്റോരോ രീതികളിലൂടെയും നമ്മൾ കാലാകാലങ്ങളായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ കൂടെ നമ്മൾ കടന്നു വന്നാലും നമ്മൾ ഈ പറയുന്ന യോഗ പ്രാപിക്കുകയും അതിലൂടെ നമുക്ക് ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്താണ് ധ്യാനം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പല മാർഗത്തിൽ പലരും പല രീതിയിലുള്ള ധ്യാന രീതികൾ ഇന്നത്തെ കാലത്ത് പരിശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ യോഗ പ്രാപിച്ചുകൊണ്ടുള്ള ധ്യാനത്തിൽ കൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ധ്യാനാവസ്ഥ, അതായത് നമുക്ക് തോട്ട്സുകളില്ലാത്ത, ചിന്തകൾ ഇല്ലാത്ത നമ്മുടെ ആ ഇന്നർ സൈലൻസിനെ പൂർണ്ണമായും നമ്മുടെ ആ ഇന്നർ ബ്യൂട്ടിയുടെ യഥാർത്ഥ രൂപത്തിലുള്ള ആസ്വാദ്യമായിട്ടുള്ള ആ ഒരു ഇന്നർ പീസ്, ആ സൈലൻസ് ഉള്ള ആ ഒരു അവസ്ഥയിലേക്ക് ആ പ്രപഞ്ച സൃഷ്ടികർത്താവുമായിട്ട് യോഗ പ്രാപിച്ചിരുന്നു കൊണ്ട് നമുക്ക് ധ്യാനത്തിലൂടെ ആ ഇന്നർ പീസിലേക്ക് നമുക്ക് ആ സ്നേഹം നമുക്ക് അനുഭവനീയമായിട്ട് ഇറങ്ങിച്ചെല്ലാൻ കഴിയുള്ളൂ. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരാൾ ധ്യാനിക്കണം എന്ന് വിചാരിച്ച് കണ്ണടച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഒരു യാത്രക്കിടയിൽ പരിചയപ്പെട്ടിട്ടുള്ള ഒരുപാട് പേർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ധ്യാനിക്കണമെന്ന് വിചാരിക്കാറുണ്ട്, ഞങ്ങൾക്ക് ധ്യാനം ചെയ്യുന്നത് ഇഷ്ടമാണ്, പക്ഷേ കണ്ണടച്ചു കഴിഞ്ഞാൽ ഞങ്ങളിൽ ഓരോ തോട്ട്സ് വന്ന്, ചിന്തകൾ വന്നിട്ട് ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ശ്രദ്ധ കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ മോഡേൺ ലൈഫിൽ ഒട്ടുമുക്കാലും ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. അത് പല ഏജ് ഗ്രൂപ്പിലുള്ളവരും ഒക്കെ ആയിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അതാണ്. അതുതന്നെ ശ്രീ മാതാജി അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ സഹജയോഗ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ്റെ അവയർനെസ്സിൽ നിന്നുകൊണ്ട് നമ്മൾ ധ്യാനിക്കണം എന്ന് കരുതി നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ വരുന്ന ചിന്തകൾ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകിൽ നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള, വരും കാലത്തെ പറ്റിയുള്ള, ഭാവിയെ പറ്റിയുള്ള ചിന്തകളായിരിക്കും. അപ്പോൾ നമ്മളുടെ മനസ്സ് എപ്പോഴും നമ്മളെ പിടിച്ചു വലിക്കുന്നത് ഒന്നുകിൽ നമ്മുടെ ഭാവി കാലത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ
ഭൂതകാലത്തിലേക്കോ ആണ് നമ്മളെ എപ്പോഴും നമ്മുടെ മനസ്സ് പിടിച്ചു വലിക്കുന്നത്. അപ്പം നമുക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് രണ്ടിനും നടുക്കുള്ള ആ പ്രസൻറ്റിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ധ്യാനാവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റാത്തത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പല ഏജ് ഗ്രൂപ്പിലുള്ളതും പലതരത്തിലുള്ള പല രീതിയിൽ പല നാഷണാലിറ്റീസും പല രാജ്യങ്ങളിലുള്ളതും പല രീതിയിലുള്ള ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ളവരുമായിട്ടുള്ള ഒക്കെയുള്ള പലരുമായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴൊക്കെ അവരെല്ലാം പലതരത്തിലുള്ള ധ്യാനങ്ങൾ അഭ്യസിക്കുന്നവർ പോലും പറയുന്നത് നമുക്ക് ആ ധ്യാനാവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതായത് ആ ഇന്നർ പീസ് നമുക്ക് ശരിക്കും ആസ്വാദ്യമാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിന്തകൾ അലട്ടുന്നു. അപ്പോൾ ആ ചിന്തകളില്ലാത്ത ഒരു അവസ്ഥയിൽ എത്താൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ധ്യാനാവസ്ഥ പ്രാപിക്കാൻ പറ്റുന്നുള്ളൂ. അതായത് നമ്മുടെ ആ ഇന്നർ ബ്യൂട്ടി, ആ നമ്മളുടെ വിശ്വം നിറഞ്ഞു നിൽക്കുന്ന ആ സ്നേഹത്തിൻ്റെ റിഫ്ലക്ഷനായിട്ടുള്ള ആ എക്സ്ട്രീം പീസ്, നമ്മുടെ ഉള്ളിലുള്ള പീസ് നമുക്ക് പൂർണ്ണമായിട്ടും അനുഭവനീയമാക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ അത് ഇതിനകത്ത് തികച്ചും സാധ്യമാണ്. കാരണം നമ്മുടെ ഇന്നർ എനർജീസ് അവേക്കൻ ചെയ്ത് കഴിയുമ്പോൾ, നമ്മളുടെ ഈ മാതൃശക്തി കുണ്ടലിനി എനർജി അവേക്കൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഈ ചാനലുകളെ നമുക്ക് ബാലൻസ് ചെയ്യാനും അത് ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്നും നമ്മൾ ആർജിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻബാലൻസോ ദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തന്നെ പ്യൂരിഫൈ ചെയ്തുകൊണ്ട് നമുക്കൊരു സന്തുലിതാവസ്ഥ നമുക്ക് കൈവരിക്കാനും അതിലൂടെ നമുക്ക് ധ്യാനാവസ്ഥ കൈവരിക്കാനും തോട്ട്സുകളില്ലാത്ത ആ തോട്ട്ലെസ് അവയർനെസ്സിലേക്ക് ആ നിർവിചാരിത സ്ഥിതിയിലേക്ക് നമ്മളെ ഉയർത്താനും നമുക്ക് വളരെ ലളിതമായ മാർഗങ്ങളിലൂടെ നമുക്ക് സഹജയോഗയിൽ സാധ്യമാണ്. അതായത് നമ്മളുടെ ഒരു സൂക്ഷ്മ ശരീരം ഇതിനെപ്പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരും ദിവസങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതേപോലെ നാളത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങൾ ആരും തന്നെ മിസ് ചെയ്യരുത്. എല്ലാവരും തന്നെ പറ്റുമെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങളുടെ ഒക്കെ തന്നെ സുഹൃത്തുക്കളോടും മറ്റുള്ളവരോടും ഒക്കെ തന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. നാളത്തെ എപ്പിസോഡിൽ ഞാൻ സാക്ഷാൽ സൃഷ്ടികർത്താവിൻ്റെ ഒരു ഉപകരണമായിട്ട് നിങ്ങളിലേക്കൊക്കെ തന്നെ ആ ഒരു ആത്മസാക്ഷാത്കാരം ഈ ടി വിയിലൂടെ തന്നെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ലഭ്യമാകുന്ന രീതിയിലേക്ക് അത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നാളത്തെ എപ്പിസോഡിൽ നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെയൊക്കെ തന്നെ ഇത് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ കുടുംബങ്ങളുമായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഒരു നിമിഷം നാളെ ഒരു 10 മിനിറ്റ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറയുക. കാരണം ആത്മസാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത ഒന്നാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ജന്മം കൊണ്ട് ഒരുപാട് ബിസിനസ്സും അതും ഇതുമൊക്കെ ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലതരത്തിൽ, പൈസ മാത്രമല്ല ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നമ്മളെ അന്തരാത്മാവിനെ തിരിച്ചറിയാൻ പറ്റുക, അന്തരാത്മാവിനെ അനുഭവനീയമാക്കുക, ആ സെൽഫ് റിയലൈസേഷൻ അനുഭവനീയമാക്കുക എന്ന് പറയുന്നത് ആ സൃഷ്ടികർത്താവിൻ്റെ പാദങ്ങളിൽ നിന്നുമുള്ള ആ കൃപ കൊണ്ട് നമ്മളിലേക്ക് വന്നു ഭവിക്കേണ്ട ഒന്ന് മാത്രമാകുന്നു. അതിൻ്റെ ഒരു ഉപകരണമാവാൻ എനിക്ക് കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ശ്രീമാതാജിയുടെ കൊണ്ട് അതിൻ്റെ ഒരു ഉപകരണമായി നാളെ നിങ്ങൾക്ക് അത് ഈ ടി വിയിലൂടെ പോലും നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് അതിൽ കൂടുതലായിട്ട് അതിനെപ്പറ്റിയുള്ള പരിശീലനങ്ങളോ ഒക്കെ അതിൻ്റെ ഡൗട്ട്സുകളോ ഒക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതേപോലെ ഇമെയിൽ ID ഞങ്ങൾ തരുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇമെയിൽ ID-യിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പോൾ തികച്ചും അതിൻ്റെ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ നിവാരണമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരും എപ്പിസോഡുകളിൽ ഒന്നുകിൽ ഞങ്ങളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ആ നമ്പറുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിലുടനീളവും ഇന്ത്യയിലുടനീളവും ലോകത്തെമ്പാടും ഇപ്പോൾ വളരെ സൗജന്യമായിട്ട് യാതൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്ന സഹജയോഗ ധ്യാന കേന്ദ്രങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ എല്ലാവരും സർവ്വതാ അവരെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്യുവാൻ സർവ്വതാ സ്നേഹപൂർവ്വം സന്നദ്ധരാണ്. കാരണം അവരൊക്കെ തന്നെ അവർ ജീവിതത്തിൽ അവർ ധ്യാനത്തിലൂടെ അവർ ഇതാണ് യഥാർത്ഥത്തിലുള്ള സത്യമെന്നും നമ്മൾ ആ യൂണിവേഴ്സൽ സ്നേഹത്തിൻ്റെ വിശ്വം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ആത്മാവിൻ്റെ കണികകളാണ് നമ്മളെന്നും ആ സ്നേഹത്തിൽ നമ്മളെല്ലാവരും നമ്മളെ ഉയർത്തപ്പെടുത്തേണ്ടിയിരിക്കുന്നുവെന്നും അത് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ തന്നെ എല്ലാവരെയും കഴിയുന്നിടത്തോളം ആൾക്കാരെയും നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് നാളെ ക്ഷണിക്കുക. എല്ലാവരെയും ഞാൻ ഈ പരമോന്നതമായ ആത്മസാക്ഷാത്കാരമെന്ന ആ മഹാ സംഭവം അനുഭവനീയമാകുന്ന നാളത്തെ സുദിനത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ജയ് ശ്രീ മാതാജി. In this country,
we had a struggle of freedom. I was part and parcel of that. My parents were part and parcel of that. They were rich people, quite rich, I should say, from every standard. You'll be amazed, my father burnt all his suits. They were stitched in England. My mother burnt all her saris. They used to spin their own clothes and wear them. I had only one coat throughout my education. When I was in Lahore, which is terribly cold, sometimes can be like London. But we never grudged and never grumbled and never said that our father should have looked after us and done something. Why did he just sacrifice everything for the country? Never, never, never. That quality was created, I should say, by Mahatma Gandhi. He made everybody so transformed into a new personality. All the money that we had, everything that we had, all conveniences, all housing, everything was given up. Not only by my father, but so many of them. Otherwise, we could not have got our freedom. To get our freedom, this country has sacrificed so much. I must say Gandhiji had a special charm. I don't know how he managed. He was like touch of Midas, touched anybody, he became transformed. And he was an extremely strict man, very kind to me, to children, but he was an extremely strict man. He would not tolerate any nonsense at all. Throughout, if you study the way all these people were brought up, not only for freedom or independence, but even before that, for spiritual life, anywhere, there's one thing very common, is sacrifice. And the consciousness that you are doing something great. Consciousness that you are part and parcel of the whole. I've seen it with my own eyes, such people in this country, whom you may call legendary, but I've seen it. Thousands of people were killed and butchered. Children died. Nobody shed tears. Nobody shed tears. Now, after that, we are here to get our freedom, to get the freedom for our spirit, to make our spirit free from our greed, lust, from your anger, from our conditionings, from our terrible ego.